ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. സാധാരണ ഇടാറ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങരുത് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങരുത് മാത്രമേ തമ്പനയിൽ ഇടാറുണ്ടാവുള്ളൂ. പക്ഷേ ഞാനിട്ടിരിക്കുന്നത് ഈ നത്തിങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റും നിങ്ങൾ വാങ്ങരുതെന്നാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. വേറൊന്നുമല്ല, ഇത് CMFിൻ്റെ, അതായത് നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMFിൻ്റെ ബഡ്സ് പ്രോയാണ്. ഞാനിത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 5 മാസം കഴിഞ്ഞു. ഞാനതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഇട്ടില്ല. വേറൊന്നുമല്ല, ഇത് ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത്. പിന്നെ ഞാൻ റിവ്യൂ ഇടേണ്ട കാര്യമില്ലെന്ന് ഓർത്തിട്ട് ഞാൻ റിവ്യൂ ഒന്നും ഇട്ടില്ല. എനിക്കിതിൽ കഴിഞ്ഞ ദിവസം ഒരു പണി കിട്ടി. വേറൊന്നുമല്ല, നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ബഡ്സ് ഉണ്ടല്ലോ, ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇത് ബ്ലൂടൂത്ത് കണക്ട് ആകുന്നില്ല. വർക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ആകുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിലുള്ള കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ 5 മാസം യൂസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശം കോൾ വിളിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ കണ്ണും മൂടി വാങ്ങാം. നമ്മൾ കോൾ വിളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഒരു ബഡ്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നവർക്ക് മനസ്സിലാവുക പോലുമില്ല, അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ആണ്, അതും കിടിലിനാണ്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ഇത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടല്ല ഈ നെഗറ്റീവ് ഒന്നും പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഈ ഒരു ഡിസൈനാണ്. ഇത് അത്യാവശ്യം ബൾക്കിയാണ് സാധനം. ഇത് ചെവി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെ ചെവിയിലും ഫിറ്റ് ആവണമെന്നില്ല. ശരിയാണ്, നോക്കി ഇതിൻ്റെ റബ്ബറിൻ്റെ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ചെവിയുടെ സൈസിൽ കിട്ടും. പക്ഷേ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇത് അത്യാവശ്യം കുറച്ച് ബൾക്കി ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഗ്ലോസിയാണ്. നമ്മളിത് ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ ഇത് തള്ളി വെളിയിലോട്ട് പോകാനുള്ള ടെൻഡൻസിയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും ഈ സാധനം ഊരിപ്പോവോ എന്ന്. എൻ്റെ ചെവിക്ക് ഇത് അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഡിപ്പെൻസ് ആണ്, എല്ലാവരുടെയും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ബാറ്ററി ലൈഫാണ്. കട്ട ശോകം എന്ന് പറഞ്ഞാൽ കട്ട ശോകമാണ്. ഇവർ പറയുന്നത് 39 മണിക്കൂർ, അതായത് ഈ ബോക്സ് നമ്മൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 39 മണിക്കൂർ യൂസ് ചെയ്യാനുള്ള ചാർജ് ചെയ്ത് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് മാക്സിമം 20 മണിക്കൂർ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബഡ്സ് ആണെന്നുണ്ടെങ്കിൽ ചെവിക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 5 മണിക്കൂർ കിട്ടും, ഇതും 5 മണിക്കൂർ കിട്ടും. അങ്ങനെ നമുക്ക് 2 പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും. 2 പ്രാവശ്യം ചാർജ് ചെയ്ത് 20 മണിക്കൂർ വരെ കിട്ടും. മാക്സിമം എനിക്ക് കിട്ടിയിട്ടുള്ളത് 20 മണിക്കൂറാണ്. ഇവർ ക്ലെയിം ചെയ്യുന്ന ബാറ്ററി ലൈഫിൻ്റെ പകുതി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇതിൻ്റെ കുറ്റവും കുറവും പറയാനല്ലല്ലോ വന്നാൽ, എന്തുകൊണ്ടാണ് ഇത് വാങ്ങരുതെന്നുള്ള കാര്യം പറയാനല്ലേ. അപ്പോൾ അത് പറയാം. എൻ്റെ ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അതായത് റൈറ്റ് സൈഡിലോട്ടുള്ള ചെവിയിൽ വെക്കുന്ന ബഡ്സ് വർക്ക് ചെയ്യുന്നില്ല, ബ്ലൂടൂത്ത് കണക്ട് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഇതിൻ്റെ റെഗുലർ യൂസറാണ്. എൻ്റെ വർക്കിൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇതില്ലാണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നാക്കാനായിട്ട് സർവീസ് സെൻറ്ററിൽ പോയി. 5 മാസമല്ലായുള്ളൂ, 1 ഇയർ എൻ്റെ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നന്നാക്കി കിട്ടും എന്നുള്ളൊരു തോന്നലിൽ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ നത്തിങ്ങിന് മാത്രമായിട്ട് ഒരു ഓതറൈസ് സർവീസ് സെൻറ്റർ ഇല്ല. അതായത് ഞാൻ പോയ സ്ഥലത്ത് മാത്രമാണെന്ന് എനിക്കറിയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ അഡ്രസ്സിലാണ് ഞാൻ പോയത്. നമ്മുടെ ഫയർബോൾട്ട്, അസ്യൂസ്, ബോട്ട്, നോയ്സ്, പിന്നെ നത്തിങ്, ഇതിൻ്റെ എല്ലാം കൂടി ഒറ്റ സർവീസ് സെൻ്ററാണ്. ഞാനത് അവിടെ കൊണ്ട് കാണിച്ചു. അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഫ്രണ്ട് ഡെസ്കിൽ നിൽക്കുന്ന ആൾ, അകത്തോട്ട് പോലും കൊണ്ടുപോയില്ല, ഫ്രണ്ട് ഡെസ്കിൽ നിൽക്കുന്ന ആൾ ഇത് മേടിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ആകുന്നില്ല, എനിക്ക് ഒരെണ്ണം യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, മറ്റേ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, മച്ചാൻ ഇത് കയ്യിലെടുത്തു. ഇത് കയ്യിലെടുത്തിട്ട് ആദ്യം പുള്ളിക്കാരൻ ചെയ്തത്, പുള്ളിയുടെ മൊബൈൽ എടുത്തു, മൊബൈലിൽ ടോർച്ച് ഓണാക്കി, എന്നിട്ട് ഇതിന് ചുറ്റിനും ഇങ്ങനെ തെളിച്ച് നോക്കുവാണ്. മൊബൈലിലെ ടോർച്ച് എടുത്തിട്ട് ഈ കവറിന് പുറമെ മൊത്തം ചുറ്റിനും ഇങ്ങനെ നോക്കി. ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് തുറന്നിട്ട് ഓരോ ബഡ്സായിട്ട് പുറത്തെടുത്തിട്ട് ആ മൊബൈൽ ടോർച്ച് ഓണാക്കിയിട്ട്, പുള്ളിയുടെ മൊബൈൽ ടോർച്ച് ഓണാക്കിയിട്ട്, പുള്ളിക്ക് നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ മൊബൈൽ ടോർച്ച് ഓണാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിനും ഫ്ലാഷ് അടിച്ച് നോക്കുവാണ്, ഈ ബഡ്സിൻ്റെ ചുറ്റിനും. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ വയ്ക്കുന്ന ബഡ്സ് ആണല്ലോ പ്രശ്നം. റൈറ്റ് സൈഡ് വയ്ക്കുന്ന ബഡ്സ് എടുത്തിട്ട് നോക്കിയപ്പം അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഉടനെ പുള്ളി എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ബഡ്സ് എടുത്തു. അതിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അതിൽ സ്ക്രാച്ച്, അതായത് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന സ്ക്രാച്ചുകളൊന്നുമില്ല. പക്ഷേ പുള്ളി ഫ്ലാഷ് അടിച്ച് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ അവിടെ ഇവിടെ സ്ക്രാച്ചുകൾ, എൻ്റെ അതിനകത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ. ഞാൻ പറഞ്ഞത് നോർമൽ യൂസിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കാണുവാണെങ്കിൽ ചിലപ്പോൾ എടുത്തിട്ട് പോക്കറ്റിലിടും, അല്ലാന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് അവിടെ ഇവിടെ മാറ്റി എവിടെയെങ്കിലും വയ്ക്കും. അങ്ങനെ വെച്ചപ്പോൾ വന്നായിരിക്കും ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല, അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് ബോക്സിൽ തന്നെ വെക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ചെറിയ സ്ക്രാച്ച് അല്ലേ, നിങ്ങൾക്ക് താഴെ വീണിട്ടുണ്ടായ കംപ്ലൈൻ്റ് ആണ്, ഇത് കണ്ടാൽ മനസ്സിലാവില്ല. അവിടെ പൊട്ടലോ പോറലോ ഒരു വിസിബിൾ ആയിട്ടുള്ള നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വലിയ സ്ക്രാച്ച് ഉണ്ടാകണ്ടേ. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ചെറിയ സ്ക്രാച്ച് അല്ലെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞില്ല, അവരുടെ പോളിസിയാണ്, നത്തിങ്ങിൻ്റെ പോളിസിയാണ്, സ്ക്രാച്ചുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ വാറണ്ടി കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ വാറണ്ടി തരണ്ട, ഇതൊന്ന് നന്നാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇത് നന്നാക്കാനും പറ്റില്ല, സാധാരണ അവർ ചെയ്യുന്നത് റീപ്ലേസ് ചെയ്ത് പുതിയ കൊടുക്കുക ചെയ്യുന്നത്. ഞാനിതിൻ്റെ പ്രൈസ്, അതായത് 3000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ സാധനം തരാം. പുതിയ സാധനം വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു പയ്യനും പയ്യൻ്റെ അച്ഛനും വന്ന്, അപ്പം പയ്യൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. നത്തിങ് ഫോൺ 2 ആയിട്ടാണ് വന്നത്. അവർ വന്നു, ഇതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന പയ്യൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അതും വാറണ്ടി പീരീഡിലാണ്, 3 മാസമോ 4 മാസമോ പോലും ആകാത്തൊരു ഫോണാണ്, പുതിയ ഫോണാണ്. അവർ കൊടുത്തപ്പോൾ സെയിം പരിപാടി. അവൻ
ഫ്ലാഷ് അടിച്ചിട്ട് എവിടെയും കാണാത്ത സാധനമാണ് മച്ചാൻ. ഇതുപോലെ തന്നെ ടോർച്ചിന്റെ ഫ്ലാഷ് അടിച്ചിട്ട് ഫോണിന്റെ ചുറ്റും നോക്കുക, അതായത് ഫോണിന്റെ കവറൊക്കെ ഊരിയിട്ട് മച്ചാൻ ഫോണിന്റെ ചുറ്റും നോക്കുകയാണ് എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ എന്ന്. നോക്കിയപ്പോൾ ഫോണിന്റെ അവിടെ ഇവിടെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ, നമ്മൾ കവറിട്ടുണ്ടാകുന്ന സ്ക്രാച്ചുകൾ ഉണ്ടാവുമല്ലോ, ആ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ മാത്രമുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കണ്ടു. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടില്ല, വീണ് പോയതാണെങ്കിൽ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടണമല്ലോ. ഫോണിന്റെ ഡിസ്പ്ലേ ഒന്നും പൊട്ടിയിട്ടില്ല. ഫോണിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സൈഡിൽ നിന്ന്, ഡിസ്പ്ലേയുടെ 2 സൈഡിൽ നിന്ന് കറുത്ത കളർ കയറി വരുന്നു. ബ്ലാക്ക് കളറും മഴവില്ല് പോലത്തെ കളറുകളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് കയറി വരുന്നതാണ് എൻ്റെ കംപ്ലൈന്റ്. ആ ഫോണും ഇതുപോലെ തന്നെ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് സ്ക്രാച്ച് ഉണ്ടെന്നും പറഞ്ഞ്, ഫോണിൽ സ്ക്രാച്ച് ഉണ്ടെന്നും പറഞ്ഞിട്ട് വാറണ്ടി കൊടുത്തില്ല. ആ പയ്യനും പയ്യൻ്റെ അച്ഛനും കൂടെ അവിടെ കിടന്ന് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കോടതി പോകും മറ്റതാ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അവർ പറഞ്ഞ് സാറേ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, നത്തിങ്ങിന്റെ പോളിസി എങ്ങനെയാണ്, ഞങ്ങളിപ്പോൾ ഫോൺ വാറണ്ടിക്ക് വേണ്ടി വെച്ചാലും വാറണ്ടി കിട്ടില്ല, സാർ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു. നമ്മളെല്ലാവരും ഇഷ്ടം പോലെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, പല കമ്പനികളും മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പനിയിലും ഒരിടത്തും കേൾക്കാത്തൊരു സാധനമാണ് ഡിസ്പ്ലേക്ക്. അതായത് ഡിസ്പ്ലേക്ക് ഒരു കംപ്ലൈന്റ് വന്നാൽ അത് നിലത്ത് വീണ് പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാറണ്ടി പീരീഡിൽ ഒരു മര്യാദയുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറിത്തരും. അതായത് ഇപ്പം നിലത്ത് വീണ് പൊട്ടിയതാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഫോണിന്റെ സൈഡിൽ എവിടെയെങ്കിലും അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ക്രാച്ചോ പൊട്ടലോ കാണും. ഇത് അതൊന്നും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ടോർച്ച് അടിക്കുമ്പോൾ കാണുന്ന സ്ക്രാച്ചുകൾ, അതായത് പോക്കറ്റ് ഇട്ട് ഓട്ടോമാറ്റിക് അങ്ങനെ സ്ക്രാച്ച് വീഴും. അങ്ങനെയുള്ള സ്ക്രാച്ചുകൾ വെച്ചിട്ട് ഇവർ വാറണ്ടി തരില്ല എന്ന് പറയുന്നത് എത്രമാത്രം തെണ്ടിത്തരാമെന്ന് ആലോചിച്ച് നോക്ക്. ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റമറിനോട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണം. ഞാൻ നത്തിങ്ങിന്റെ ഒരു പ്രോഡക്റ്റ് നിങ്ങളോട് വാങ്ങരുതെന്നൊരു വേറെ ഒന്നുമല്ല. സർവീസ് എന്ന് പറയുന്നത് പക്ക ഉടായ്പാണ്. ഉടായ്പ എന്ന് പറഞ്ഞാൽ പക്ക ഉടായ്പാണ്. അവിടെ സർവീസ് ഇരിക്കുന്നവന്മാർ എങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള സർവീസിലോട്ട് നമ്മളെ മാറ്റാമെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. വാറണ്ടി പീരീഡിൽ പോലും ഇമാതിരി തട്ടിപ്പ് കാണിക്കണവന്മാർ വാറണ്ടി ഇല്ലാത്ത സമയത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സാധനത്തിന് 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇപ്പോഴത്തെ വില ഇതിന് 3000 രൂപ തന്നെയാണ്. ഈ 3000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇഷ്ടംപോലെ കമ്പനികൾ അവൈലബിൾ ആണ്. ഇനി നല്ല കമ്പനി വേണമെന്നുണ്ടെങ്കിൽ OnePlusന്റെ കിട്ടും, JBLന്റെ കിട്ടും, ഏതിൻ്റെ വേണേൽ കിട്ടും. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാര്യം വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇവരെ CMF 1 എന്ന് പറഞ്ഞ് പുതിയൊരു ഫോൺ വരുന്നുണ്ട്. ഒരിക്കലും ആ സാധനം ഒന്നും പോയി മേടിക്കരുത്. വേറെ ഒന്നുമില്ല, നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം ഒന്നും മേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നത്തിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേര്. വേറെ ഒന്നുമല്ല, ഇനി ഞാൻ പോയ സർവീസ് സെൻറ്ററിൽ മാത്രമാണോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ്. എന്തായാലും നത്തിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഈ CMFൻ്റെയും രണ്ടും ഒന്ന് തന്നെയാണ്. അവരുടെ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ആൾക്കാർ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.